നമസ്കാരം. ഇന്ന് 2024 മെയ് 9 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. മികവിന്റെ കരുത്തിൽ ഈ വിജയം. രാജ്യത്തിനാകെ മാതൃകയായി വികസന പരിഷ്കരണ മുന്നേറ്റത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല. സമാനതകളില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ മേഖലയിൽ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ഈ മുന്നേറ്റം സമൂഹത്തിന്റെ ആകെ പ്രശംസയും പിന്തുണയും പിടിച്ചുപറ്റിക്കഴിഞ്ഞു. ഭാവി മുന്നിൽ കണ്ടാണ് കാലാനുസൃതമായ മാറ്റങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കുന്നത്. സിലബസ് പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനവും ഇതുതന്നെ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന മുന്തിയ പരിഗണനയുടെ ഫലങ്ങൾ പ്രകടമാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം ഇരട്ടിയാക്കി. ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ സാധാരണക്കാരടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിനായി നടപ്പാക്കുന്ന പദ്ധതികൾ ലക്ഷ്യം കാണുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്വീകാര്യതയും കരുത്തും പ്രകടമാക്കുന്നതാണ് ഇക്കുറിയും SSLC പരീക്ഷാഫലം. ഫലം നേരത്തെ പ്രഖ്യാപിക്കാനായതും വലിയ നേട്ടം. SSLCക്ക് 99.69% വിജയം. 4,27,153 റെഗുലർ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇവരിൽ 4,25,563 പേർ ഉപരിപഠനത്തിനുള്ള യോഗ്യത നേടി. എല്ലാ വിഷയത്തിനും A+ നേടിയവരുടെ എണ്ണം 71,831 ഉയർന്നു. പോയ വർഷത്തേക്കാൾ 3,227 പേരുടെ വർധന. 100 മേനി നേടിയ സ്കൂളിന്റെ എണ്ണത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളാണ് മുന്നിൽ. 2,474 സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹരായി. ലക്ഷദ്വീപിൽ 6 സ്കൂൾ 100% വിജയം നേടി. ഇവയിൽ 5 എണ്ണവും സർക്കാർ സ്കൂളാണ്. വിജയ ശതമാനത്തിൽ കോട്ടയം ജില്ല മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ A+ നേടി മലപ്പുറം ജില്ല മികവ് നിലനിർത്തി. THSLC, SSLC, AHSLC എന്നിവയിലും മികച്ച വിജയ ശതമാനമുണ്ട്. വിജയികളായ എല്ലാവർക്കും ഉപരിപഠനത്തിനുള്ള സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗവും ഇതിനായുള്ള തീരുമാനമെടുത്തിരുന്നു. കൂടുതൽ A+1 സീറ്റുകൾ അനുവദിച്ചതും ഇതിന്റെ ഭാഗമാണ്. വിപുലമായ മറ്റു ഉപരിപഠന മേഖലകളും കേരളത്തിൽ തന്നെയുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിന്റെ ഗുണപരമായ ഇടപെടലുകളും നടപടികളും വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അധ്യാപന ഗുണനിലവാരവും അക്കാദമിക് മികവും ഉയർത്തുന്നതിന് നടപ്പാക്കുന്ന ആക്ഷൻ പ്ലാനുകൾ കാലോചിതമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇവയെല്ലാം പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തുകയാണ്. കൊഴിഞ്ഞുപോക്കും കുറയ്ക്കാനായി സർക്കാർ നടപ്പാക്കുന്ന ഹൈടെക് ക്ലാസ് റൂമുകളുടെ വ്യാപനം വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. കുട്ടികളുടെ ബുദ്ധിപരവും സാമൂഹ്യവും വ്യക്തിപരവും വൈകാരികവുമായ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന മാറ്റങ്ങളാണ് പാഠ്യപദ്ധതിയിൽ വരുത്തുന്നത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതും ലക്ഷ്യം. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനും ചരിത്രത്തെ വക്രീകരിക്കാനുമാണ് കേന്ദ്ര BJP സർക്കാർ ശ്രമിക്കുന്നത്. പാഠ്യപദ്ധതി പോലും ഇതിനായി മാറ്റിമറിക്കുന്നു. ഇതിനെ പ്രതിരോധിച്ചും ബദൽനയങ്ങൾ ഉയർത്തിയും കേരളം രാജ്യത്തിന് മാതൃകയാകുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബി വഴി മാത്രം സ്കൂൾ കെട്ടിടങ്ങൾക്കായി 3000 കോടി ചെലവഴിച്ചു കഴിഞ്ഞു. PSC വഴി 30,273 അധ്യാപക നിയമനങ്ങൾ നടത്തി. മറ്റു ഒഴിവുകളും നികത്തി. പ്രത്യേക പാക്കേജ് നടപ്പാക്കി സ്പെഷ്യൽ സ്കൂളുകളെ ശാക്തീകരിച്ചു. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങളും ലഭ്യമാക്കി. വിദ്യാകിരണം പദ്ധതി വഴി 47,673 ലാപ്ടോപ്പും ഹൈടെക് പദ്ധതി വഴി 16,500 ലാപ്ടോപ്പും ലഭ്യമാക്കി. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ റോബോട്ടിക് കിറ്റുകൾ കൈറ്റ് വിതരണം ചെയ്തു. അതുകൊണ്ട് തന്നെ വിജ്ഞാന മേഖലയിൽ കേരളം വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കുമെന്നത് തീർച്ചയാണ്. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാവർക്കും ആശംസകൾ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, PTA, രക്ഷിതാക്കൾ തുടങ്ങിയവർക്കും അഭിനന്ദനങ്ങൾ. ഉപരിപഠനത്തിന് അർഹത നേടാൻ കഴിയാത്തവർ നിരാശരാകേണ്ടതില്ല. ആത്മവിശ്വാസത്തോടെ ഉടനെയുള്ള അവസരം ഉപയോഗപ്പെടുത്താൻ തയ്യാറെടുപ്പ് നടത്തുക. വിജയം ഉറപ്പ്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.